എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് PS സ്വാഗതം. പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ക്ലാസ് ചെയ്യുന്നത്. കോഡിലൂടെ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കോഡൊന്നും നിങ്ങൾ മറന്നു പോകത്തില്ല, കാരണം വളരെ സിമ്പിൾ ആയ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ കൂട്ടിച്ചേർക്കുന്ന കോഡായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 5 പ്രധാനപ്പെട്ട കോഡുകളാണ്. കോഡുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ അത് ഉൾപ്പെടുത്തി പ്രീവിയസ് ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ക്ലാസ് മുഴുവനും കാണാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കോഡ് ഇങ്ങനെയാണ്: MT എന്റെ മാമൻ ആണ്. ഒരിക്കൽ കൂടി, MT എന്റെ മാമൻ ആണ്. നമുക്ക് ആദ്യം ഈ ചിത്രം ഒന്ന് കാണാം, അതിനുശേഷം കോഡ് പഠിച്ചാൽ മതി. ഓക്കെ, ഈ ഫോട്ടോയിൽ കുറെ സംസ്ഥാനങ്ങളുണ്ട്. സിക്കിം ഉണ്ട്, പിന്നെ കുറെ സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. മേഘാലയ, മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, അങ്ങനെ കുറെ സംസ്ഥാനങ്ങളുണ്ട്. അതിൽ സിക്കിമും മറ്റുള്ള സംസ്ഥാനങ്ങളും തമ്മിൽ ബന്ധമില്ല. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം സിക്കിമിന് തൊട്ടടുത്ത് ബംഗാൾ എന്ന സംസ്ഥാനത്തിന്റെ ചെറിയൊരു ഭാഗം കിടപ്പുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ഡാർജിലിംഗ് ഒക്കെ ആ സിക്കിമിന്റെ അടുത്ത് വരും. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ സിക്കിമിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ ബംഗാൾ വഴി മാത്രമേ പോകാൻ പറ്റൂ. അപ്പൊ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് പറയുമ്പോൾ സിക്കിമിന് മറ്റുള്ള ആ 7 സംസ്ഥാനങ്ങളുമായി ബന്ധമില്ല. ആ 7 സംസ്ഥാനങ്ങളെ ഒന്നിച്ചു വിളിക്കുന്ന പേരാണ് 7 സിസ്റ്റേഴ്സ് എന്ന് പറയും. ഏത് 7 സംസ്ഥാനങ്ങളെ? നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സിക്കിം അല്ലാത്ത ബാക്കിയുള്ള 7 സംസ്ഥാനങ്ങളെ ഒന്നിച്ച് സപ്ത സഹോദരിമാർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ചോദിക്കാറുണ്ട് 7 സിസ്റ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സപ്ത സഹോദരിമാരിൽ പെടാത്ത ഇന്ത്യ സംസ്ഥാനം ഒരുപാടെണ്ണം ഉണ്ട്. കാരണം 7 എണ്ണം മാത്രമേ ഇതിൽ പെടുന്നുള്ളൂ. അപ്പൊ പെടാത്തത് ഒരുപാട് എണ്ണം ഉണ്ട്. സിക്കിമാണ് അതിന്റെ പ്രധാന ഉത്തരം. കാരണം സിക്കിം എപ്പോഴും ഓപ്ഷനിൽ വരും. അപ്പോ സപ്ത സഹോദരിമാരിൽ പെടാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനമെന്നോ ഇന്ത്യ സംസ്ഥാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ സിക്കിമാണ്. ഓക്കെ അല്ലേ? ഒരു 3 എണ്ണം ഓപ്ഷനിൽ വരുന്ന എപ്പോഴും പെടുന്നതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ അകത്ത് ഏതെങ്കിലും 3 എണ്ണം വരും. ഒരിക്കൽ കൂടി, സപ്ത സഹോദരിമാരിൽ പെടാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനം സിക്കിമാണ്. അപ്പൊ ഏതൊക്കെയാണ് പെടുന്നത് അത് നോക്കിയൊന്ന് പറഞ്ഞേ. കുറെ ഉണ്ട്. നമുക്കൊരു കോഡും ഉണ്ടായിരുന്നു വേണമെങ്കിൽ. കാരണം ഈ ചിത്രം മനസ്സിൽ ഇനി ഭാവിയിൽ വന്നില്ലെങ്കിൽ ഈ കോഡ് വന്നാലും മതി. MT എന്റെ മാമനാണ്. M മേഘാലയ. ഏതെങ്കിലും ഒരു സംസ്ഥാനം മതി. ഒന്നില്ലെങ്കിൽ മേഘാലയ എന്ന് പറയാം, മിസോറാം എന്ന് പറയാം, മണിപ്പൂർ എന്ന് പറയാം. അടുത്ത് T വെച്ചൊരെണ്ണമേ ഉള്ളൂ അല്ലെ. ത്രിപുര ആണ് T. വീണ്ടും M വന്നു. മേഘാലയ നമ്മൾ പറഞ്ഞുകൊണ്ട് മണിപ്പൂർ പറയാം, മണിപ്പൂർ. ആരാണ്? ആസാമാണ് A. വീണ്ടും M വന്നു, അത് മിസോറാം. അടുത്ത് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. ക്ലിയർ അല്ലേ? 7 സംസ്ഥാനങ്ങളുണ്ട്. ഈ 7 സംസ്ഥാനങ്ങളെ ഒന്നിച്ചു വിളിക്കുന്ന പേരാണ് 7 സിസ്റ്റേഴ്സ് അഥവാ സപ്ത സഹോദരിമാർ. അതിൽ പെടാത്ത ഒരെണ്ണമാണ് സിക്കിം. ഈ 7 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സപ്ത സഹോദരിമാരിൽ ഏറ്റവും വലുത്, കാണാപ്പാടം പഠിക്കണ്ട, ഫോട്ടോ നോക്കി പറഞ്ഞാൽ മതി. ഏറ്റവും വലുത് നോക്കി, ആസാമിനേക്കാളും വലുതാണ് എന്റെ മുകളിൽ കിടക്കുന്നത് അരുണാചൽ പ്രദേശ്. സപ്ത സഹോദരിമാരിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശ്. 2ാം സ്ഥാനത്തുള്ളത് ആസാം. ശരിയാണ്. അപ്പൊ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശാണ്. 2ാം സ്ഥാനം ആസാമാണ്. 2ാം സ്ഥാനം അങ്ങനെ ചോദിക്കാറില്ല. ഏറ്റവും വലുതാണ് എപ്പോഴും ചോദിക്കുന്നത് അരുണാചൽ പ്രദേശ്. പിന്നെ ചോദിക്കുന്ന ഒരെണ്ണം ഏറ്റവും ചെറുതാണ്. എന്റെ ഓപ്ഷനിൽ സിക്കിം വരും, പക്ഷെ സിക്കിമിൽ ഇല്ലാത്തതാണല്ലോ. അപ്പൊ ഏറ്റവും ചെറുത് ത്രിപുര എന്ന സംസ്ഥാനമാണ്. ക്ലിയർ അല്ലേ? ഒരു കാര്യം ഓർത്തു വെച്ചോ, നമ്മുടെ ഓൺലൈനായിട്ട് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. അപ്പൊ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. എന്നാൽ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യ സംസ്ഥാനം എന്ന് വെറുതെ ചോദിക്കുമ്പോൾ അത് നമ്മളാണ്, കേരളമാണ്. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. എന്നാൽ വെറുതെ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ ഉത്തരം കേരളമാണ്. ലോട്ടറി നിരോധിച്ച ആദ്യ ഇന്ത്യ സംസ്ഥാനം തമിഴ്നാടാണ്. ക്ലിയർ അല്ലേ? ലോട്ടറി നിരോധിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്ത ഒരെണ്ണമാണ് സിക്കിം. നമ്മളിപ്പോ പഠിച്ച കുറച്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം.
ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്ന് വിളിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. നാഗാലാൻഡ് ആണ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്ന് വിളിക്കുന്നത് നാഗാലാൻഡ് ആണ്. മേഘങ്ങളുടെ വാസസ്ഥലം ഏതാണ്? മേഘാലയ. പേര് തന്നെ ഉണ്ടല്ലോ. അപ്പൊ മേഘങ്ങളുടെ വാസസ്ഥലമാണ് മേഘാലയ. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടമാണ് നാഗാലാൻഡ്. കുന്നിൻ മുകളിൽ താമസിക്കുന്നവരുടെ നാട് മിസോറാം. കുന്നിൻ മുകളിൽ താമസിക്കുന്ന ആളുകളുടെ നാടാണ് മിസോറാം. അപ്പൊ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ നാടാണ് നാഗാലാൻഡ്. തെറ്റിപ്പോകരുത്. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഓർത്തു വെക്കാം. നമ്മുടെ ഗ്രാമങ്ങളിലാണ് നാഗമുള്ള എന്ന് ഓർത്തു വെക്കാം. നാഗ മീൻസ് പാമ്പ്. ഗ്രാമങ്ങളിലാണ് നാഗമുള്ള എന്ന് ഓർത്തു വെക്കാം. കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ നാടാണ് നാഗാലാൻഡ്. മേഘങ്ങളുടെ വാസസ്ഥലം മേഘാലയ. കുന്നിൻ മുകളിൽ താമസിക്കുന്നവരുടെ നാടാണ് മിസോറാം. എന്നാൽ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യ സംസ്ഥാനമുണ്ട്. അത് അരുണാചൽ പ്രദേശാണ്. അത് ഏറ്റവും വടക്ക് കിഴക്ക് കിടക്കുന്നതുകൊണ്ടാണ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ ജപ്പാനാണ്. ക്ലിയർ അല്ലേ? ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാനാണ്. ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശാണ്. അപ്പൊ കുന്നിൻ മുകളിൽ താമസിക്കുന്നവരുടെ നാട് മിസോറാം. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട്. പല ആൾക്കാർക്കും അറിയാൻ പറ്റും. മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെടുന്നതാണ് മണിപ്പൂർ അല്ലെ. പെടാത്ത ഏതാന്ന് ചോദിക്കും, അത് സിക്കിമാണ്. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച് സിക്കിമാണ്. ലോട്ടറി ആരംഭിച്ച് കേരളമാണ്. ലോട്ടറി നിരോധിച്ച് തമിഴ്നാടാണ്. കുന്നിൻ മുകളിൽ താമസിക്കുന്നവരുടെ നാട് മിസോറാമാണ്. ഓക്കെ അല്ലേ? അപ്പൊ മണിപ്പൂരിന്റെ പ്രത്യേകത എന്താണ്? മണിപ്പൂർ മണി, മണി പണം, ക്യാഷ്, രത്നം. കിട്ടുന്നുണ്ടല്ല? ഞാൻ ഒരു കോഡ് പോലെയൊക്കെ പറയുന്നത് ഓർത്തിരിക്കാനാണ്. അത് മണിയാണല്ലോ. രത്നം മീൻസ് മണിയാണല്ലോ. രത്നം. അത് ഇന്ത്യയുടെ രത്നം എന്ന് വിളിക്കുന്ന സംസ്ഥാനമാണ്. രത്നം മീൻസ് പൈസ, മണി. മണിപ്പൂരാണ്. ഗ്രാമത്തിലാണ് നാഗമുള്ളത്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ നാടാണ് നാഗാലാൻഡ്. മേഘാലയ വളരെ സിമ്പിൾ ആണ്. മേഘങ്ങളുടെ വാസസ്ഥലം. ഇത് ഓർത്ത് വെക്കണം. കുന്നിൻ മുകളിൽ താമസിക്കുന്നവരുടെ നാടാണ് മിസോറാം. ഓക്കെ അല്ലേ? ഉദയസൂര്യന്റെ നാട് അരുണാചൽ പ്രദേശ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് കിടക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ചുവന്ന മലകളുടെ നാടും അരുണാചൽ പ്രദേശ് തന്നെയാണ്. മലയാണ് ചുവന്നിരിക്കുന്നു. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ചുവന്നിരിക്കുന്നു. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. ഉദയസൂര്യന്റെ നാട് അരുണാചൽ പ്രദേശ്. എന്നറിയപ്പെടുന്ന രാജ്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാനാണ്. അപ്പൊ ത്രിപുര നമ്മൾക്ക് പറയാനുണ്ട്. നമ്മളിപ്പോ പറഞ്ഞതിൽ ത്രിപുര വന്നില്ല അല്ലെ? ത്രിപുര. ത്രിപുരക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനുമുമ്പ് കേരളവും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. കേരള, ത്രിപുര. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മളാണ്, കേരളമാണ്. പ്രത്യേകം പറയുമ്പോൾ കോട്ടയം ജില്ലയൊക്കെ ഇന്ത്യയിൽ തന്നെ വളരെയധികം റബ്ബർ ഉൽപ്പാദിക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ത്രിപുര. ക്ലിയർ? അപ്പോ ഫസ്റ്റ് കേരളം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം കേരളം. സെക്കൻഡ് ത്രിപുരയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ കോഡ്. രണ്ടാമത്തിലോട്ട് പോകും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന തീർത്ഥാടന മഹോത്സവം കുംഭമേളയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന തീർത്ഥാടന മഹോത്സവമാണ് കുംഭമേള. കുംഭമേള എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പുറകിലുള്ള ഒരു മിത്ത്, ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പാലാഴി കടഞ്ഞെടുത്ത അമൃത് ദേവന്മാർ ഒളിപ്പിക്കുന്നതിനിടയിൽ 4 സ്ഥലങ്ങളിൽ കുംഭം നിറഞ്ഞ് വീണു എന്നാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒരു കൗതുകം. നമ്മുടെ പാലാഴി കടഞ്ഞെടുത്ത അമൃത് ദേവന്മാർ ഒളിപ്പിക്കുന്നതിന്റെ ഇടയിൽ കുംഭം നിറഞ്ഞ് 4 സ്ഥലങ്ങളിൽ വീണു. 4 സ്ഥലങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെച്ചു എന്നും പറയുന്നുണ്ട്. അതാണ് 4 സ്ഥലങ്ങളിലായിട്ട് കുംഭമേള നടക്കുന്നതിന്റെ കാര്യം. അപ്പൊ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങള് 4ആണ്. ക്ലിയർ? അതിന്റെ കോഡാണ് ഹനുമാന്റെ കുംഭമേള എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ കോഡാണ് ഹനുമാന്റെ കുംഭമേള. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഹനുമാനും കുംഭമേളയും തമ്മിലൊരു ബന്ധവുമില്ല. നമ്മുടെ കോഡിലാണ് ഹനുമാന്റെ കുംഭമേള. ഹനുമാന്റെ എന്ന് ഓർത്ത് വെച്ചു. ഹനുമാന്റെ കുംഭമേള. ക്ലിയർ അല്ലേ? പാലാഴി കടഞ്ഞെടുത്ത അമൃത് നമ്മുടെ ദേവന്മാർ ഒളിപ്പിക്കുന്നതിനിടയിൽ കുംഭം നിറഞ്ഞ് 4 സ്ഥലങ്ങളിൽ അത് വീണു എന്നും പറയുന്നു. 4 സ്ഥലങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെച്ചു എന്നും പറയുന്നു. അങ്ങനെയാണ് കുംഭമേള എന്ന ആഘോഷം നടക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. 12 വർഷം.
അതിന്റെ കോഡാണ് ഹനുമാന്റെ കുംഭമേള. ചോദ്യം ഇങ്ങനെയാണ്, താഴെ തന്നിരിക്കുന്നതിൽ കുംഭമേളക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണെന്ന് ചോദിക്കും. എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഹനു 4 സ്ഥലങ്ങളായി. എച്ച് ഏതൊക്കെയാണ്? ഹരിദ്വാർ ആണ് ഒരു എച്ച്, ഹരിദ്വാർ. അടുത്തത് എ അലഹബാദ്, അലഹബാദ്. എന് നാസിക്. യു എച്ച് ഒരു സ്ഥലം പറഞ്ഞത് നിങ്ങൾ, യു എച്ച് ഉജ്ജയിനി എന്നാണ് സ്ഥലത്തിന്റെ പേര്, ഉജ്ജയിനി. എച്ച് ഹരിദ്വാർ, എ അലഹബാദ്, എച്ച് എൻ എന്ന് നാസിക്, യു ഉജ്ജയിനി. ഈ ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലം മധ്യപ്രദേശിലാണ്, അന്ന് ഓർത്ത് വെച്ചേക്ക്. നാസിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞൊരു നദികളുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മഹാരാഷ്ട്രയിലാണ്. അലഹബാദ് ഉത്തർപ്രദേശിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹരിദ്വാറോ ഉത്തരാഖണ്ഡിലാണ്. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായി നടക്കുന്ന ഒരു ആഘോഷമാണ് കുംഭമേള. നടക്കുന്നത് ഓരോ 12 വർഷം കൂടുമ്പോഴുമാണ്. ക്ലിയർ അല്ലേ? എന്നാൽ അർദ്ധ കുംഭമേള നടക്കുന്ന എത്ര വർഷം കൂടുമ്പോഴാണെന്ന് ചോദിക്കും. അർദ്ധ കുംഭമേള ഇതിന്റെ പകുതിയാണ്, 6 വർഷം കൂടുമ്പോഴാണ്. എന്നാൽ മഹാകുംഭമേള നടക്കുന്നത് 144 വർഷം കൂടുമ്പോഴാണ്. ക്ലിയർ അല്ലേ? കുംഭമേള നടക്കുന്നത് 12 വർഷം കൂടുമ്പോ, അർദ്ധ കുംഭമേള 6 വർഷം കൂടുമ്പോ, മഹാകുംഭമേള നടക്കുന്നത് 144 വർഷം കൂടുമ്പോഴാണ്. ഏറ്റവും ഒടുവിൽ മഹാകുംഭമേള നടന്നത് 2010 അത് നടന്നത് ഹരിദ്വാറിലാണ് നടന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്തേ നടക്കുള്ളൂ കുംഭമേള. ക്ലിയർ അല്ലേ? അപ്പൊ ഒരിക്കൽ കൂടി പറയാം, കുംഭമേളയുടെ കോഡാണ് ഹനുമാന്റെ കുംഭമേള, എച്ച് ഹരിദ്വാർ, എ അലഹബാദ്, എൻ നാസിക്, യു ഉജ്ജയിനി. ഓരോ സംസ്ഥാനങ്ങളും വേർതിരിച്ചു പറഞ്ഞു. 4 സംസ്ഥാനങ്ങളിലായാണ് ഈ ആഘോഷം നടക്കുന്നത്, 4 സ്ഥലങ്ങളിൽ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിശ്വാസം, ആ ഒരു ബിലീഫുമായി ബന്ധപ്പെട്ടാണ്. പാലാഴി കടഞ്ഞെടുത്ത അമൃത് ദേവന്മാർ ഒളിപ്പിക്കുന്നതിനിടയിൽ കുംഭം നിറഞ്ഞ് ഈ 4 സ്ഥലങ്ങളിൽ വീണു എന്നും 4 സ്ഥലങ്ങളിൽ വെച്ചു എന്നും ഐതിഹ്യം പറയപ്പെടുന്നു. ഇവിടെ നിന്ന് ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, കുംഭമേള നടക്കുന്ന നദീതീരം അത് 3 എണ്ണമാണ്. ഓർത്തു വെക്കണം, കുംഭമേള നടക്കുന്നത് 3 നദിക്കരയിൽ 4 സംസ്ഥാനങ്ങളിൽ 4 നഗരങ്ങളിലായിട്ടാണ്. ക്ലിയർ അല്ലേ? ഒന്നാമത്തത് ഹരിദ്വാർ ഏത് നദിയുടെ തീരത്താണ്? നമ്മൾ പഠിച്ചതാണ് ഗംഗ. അലഹബാദും ഗംഗയുടെ തീരത്താണ്. ഇനി നാസിക് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്, ഗോദാവരി നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് നാസിക് എന്ന് പറയുന്ന ജില്ലയിലുള്ള ത്രയംബകേശ്വർ. ക്ലിയർ അല്ലേ? അപ്പൊ നാസിക് ആരുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ഇനി ഉജ്ജയിനി ആരുടെ തീരത്താണ്? ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഉജ്ജയിനി ക്ഷിപ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. ക്ഷിപ്ര. ക്ലിയർ അല്ലേ? മധ്യപ്രദേശിലാണ് ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലം. ക്ഷിപ്ര നദീ തീരത്താണ്. ക്ഷിപ്ര വളരെ ഫേമസ് ആയ ഒരു നദിയാണ്. ചമ്പൽ നദിയുടെ പോഷകതയാണ് ക്ഷിപ്ര. ഒന്ന് ഓർത്ത് വെച്ചേക്ക്, ചമ്പൽ നദിയുടെ പോഷകതയാണ് ക്ഷിപ്ര. ചമ്പൽ എന്തിന്റെ പോഷകതയാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്ക്, യമുന. ചമ്പൽ എന്തിന്റെ പോഷകതയാണ്? യമുന. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, യമുന എന്തിന്റെ പോഷകതയാണെന്ന് ഓർത്തു വെച്ചേക്ക്, ഗംഗ. ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ പറഞ്ഞതിൽ ടഫ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല. കുംഭമേളയുടെ ഐതിഹ്യം ഒന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഐതിഹ്യം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും, കാരണം പല ഐതിഹ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് പാടായ ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല. ഈ നദീതീരം മാത്രമേ ഉള്ളൂ ഇത്തിരിയെങ്കിലും പാട്. അപ്പൊ ഒരിക്കൽ കൂടി വേണമെങ്കിൽ പറയാം, ഹനുമാന്റെ കുംഭമേള എച്ച് ഹരിദ്വാർ ഗംഗയുടെ തീരത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ പട്ടണമാണ്. എ പോകുമ്പോൾ അലഹബാദ്, അതും ഗംഗയുടെ തീരത്താണ്. ഗംഗ നമ്മൾ വരച്ച് വൃത്തിയായിട്ട് പഠിച്ചാണ്. അലഹബാദിൽ വെച്ചാണ് ഗംഗയും യമുനയും സരസ്വതിയും കൂടി ചേരുന്ന ത്രിവേണി സംഗമം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അലഹബാദ് ഗംഗയുടെ തീരത്താണ്. മെയിൻ ആയിട്ട് ഗംഗയുടെ തീരത്ത് മാത്രമല്ല അലഹബാദ്, യമുനയുടെ തീരത്തുമാണെന്നും പറയാം. പക്ഷെ അലഹബാദിന്റെ മെജോറിറ്റി പോർഷൻ ഗംഗയുടെ തീരത്താണ്. അത്രയേ ഉള്ളൂ. നാസിക് എന്തിന്റെ തീരത്താണെന്ന് ചോദിച്ചാൽ ഗോദാവരിയുടെ തീരത്താണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഉപദ്വീപ നദികൾ വരച്ചു കാണിച്ചപ്പോൾ ഗോദാവരി കുറിച്ച് നാസിക്കിലുള്ള ത്രയംബകേശ്വർ എന്ന് പറയുന്ന മലനിരകളാണ്. അതുകൂടി ഓർത്തു വെച്ചേക്ക്. ഉജ്ജയിനി മധ്യപ്രദേശിലാണ്, അതൊരിക്കലും മറന്നു പോകരുത്. ഉജ്ജയിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷിപ്ര നദിക്കരയിലുള്ള പട്ടണം ഏതാണെന്ന് പ്രീവിയസ് ചോദ്യമാണ്. ഒരിക്കൽ കൂടി, ക്ഷിപ്ര നദിക്കരയിലുള്ള പട്ടണമാണ് ഉജ്ജയിനി. ഉജ്ജയിനി എന്ന് പറയുന്ന പട്ടണം ക്ഷിപ്ര നദിക്കരയിലാണ്. അപ്പൊ ക്ഷിപ്രയാണ് നദി. ക്ഷിപ്ര എന്തിന്റെ പോഷകതയാണ്? ക്ഷിപ്ര ഇസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ചമ്പലാണ്. ചമ്പൽ എന്തിന്റെ പോഷകതയാണ്? യമുനയുടെ പോഷകതയാണ്. യമുന എന്തിന്റെ പോഷകതയാണ്? ഗംഗയുടെ പോഷകതയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ കുംഭമേള നടക്കുന്നത് 3 നദിക്കരയിലായിട്ടാണ്, 4 സംസ്ഥാനങ്ങളിലാണ്, 4 നഗരങ്ങളിലാണ് നടക്കുന്നത്. 4 സ്ഥലങ്ങളിലാണ് ഓർത്ത് വെച്ചാൽ 4 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ഉജ്ജയിനി ഏതായാലും നമ്മളൊന്ന് പറഞ്ഞല്ലോ. ഉജ്ജയിനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉജ്ജയിനിയിലാണ് കാളിദാസൻ ജനിച്ചത്.
കാളിദാസൻ ജനിച്ച സ്ഥലമെന്ന് കരുതപ്പെടുന്നത് ഉജ്ജയിനിയാണ്. അവന്തി രാജവംശത്തിന്റെ ആസ്ഥാനമാണ് ഉജ്ജയിനി. ആസ്ഥാനമായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അപ്പൊ ഉജ്ജയിനി രണ്ട് കാര്യങ്ങൾ: കാളിദാസൻ ജനിച്ച സ്ഥലമാണ് ഉജ്ജയിനി, അവന്തി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഉജ്ജയിനി. ക്ഷിപ്ര നദിക്കരയിലാണ് ഉജ്ജയിനി. ക്ഷിപ്ര എന്തിന്റെ പോഷകതി, ചമ്പൽ എന്തിന്റെ പോഷകതി, യമുന എന്തിന്റെ പോഷകതി, ഗംഗ. എല്ലാം കണക്റ്റിംഗ് ആണ്. അപ്പൊ ഇങ്ങ് പറഞ്ഞു 2010. ഇങ്ങ് പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞല്ലേ എന്താ 2010. ഏറ്റവും അവസാനമായി മഹാകുംഭമേള നടന്ന വർഷമാണ് 2010. ഹരിദ്വാറിലായിരുന്നു അന്ന് നടന്നത്. ക്ലിയർ അല്ലേ? ഒരു ഒറ്റ ചോദ്യവും കൂടി. ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഇത് ആരാണ് എഴുതിയത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാനാണെങ്കിൽ വളരെ വളരെ സിമ്പിളുമാണ്. മണികൾ മുഴങ്ങുന്നു. മണികൾ മുഴങ്ങുന്നു. പറഞ്ഞോ. എം മുകുന്ദൻ. കിട്ടി? എം മുകുന്ദന്റെ ഒരു കൃതിയാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. മൂന്നാമത്തെ കോഡ്. കുറച്ച് പ്ലാന്റുകൾ പഠിക്കാം. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. നമ്മൾക്ക് മാറിയുമ്പോൾ നമ്മുടെ പെൻസിലിൻ നിർമ്മിക്കുന്ന സ്ഥലം എവിടെയാണ്, ആന്റിബയോട്ടിക് നിർമ്മിക്കുന്ന പ്ലാന്റ് എവിടെയാണ്, BCG നിർമ്മിക്കുന്ന പ്ലാന്റ് എവിടെയാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ. അതിന്റെ കോഡ് ഇങ്ങനെയാണ്: പിംബ്രിയിലെ പെൻ എടുത്ത ആന്റിക്ക് ഋഷി കിണ്ടിയിൽ BCG നൽകി. ശ്രദ്ധിച്ചു കേൾക്കണേ. പിംബ്രിയിലെ പെൻ എടുത്ത ആന്റിക്ക് ഋഷി കിണ്ടിയിലാണ് BCG നൽകിയത്. ഒരിക്കൽ കൂടി. പിംബ്രിയിലെ പെണ്ണെടുത്ത ആന്റിക്ക് ഋഷി കിണ്ടിയിൽ BCG നൽകി. ഞാനിവിടെ എഴുതാം, എന്നിട്ട് ബാക്കി പറയാം. പിംബ്രിയിലെ പെൻ എടുത്ത ആന്റിക്ക് ഋഷി കിണ്ടിയിൽ BCG നൽകി. പിംബ്രിയിലെ പെൻ എടുത്ത ആന്റിക്ക് ഋഷി കിണ്ടിയിൽ BCG നൽകി എന്നാണ് നമ്മുടെ കോഡ്. പെൻസിലിൻ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ഇന്ത്യയിൽ. അതെവിടെയാണെന്ന് ചോദിക്കും. പിംബ്രിയിലെ പെൻ. അപ്പൊ എവിടെയാണ്? പിംബ്രിയിലാണ്. വളരെ സിമ്പിൾ. പിംബ്രി. എവിടെയാണ് ഈ പിംബ്രി? മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ഈ പിംബ്രി. വളരെ വളരെ സിമ്പിൾ ആണ്. ഒരു കാരണവശാലും മറന്നു പോകത്തില്ല. പക്ഷെ ഈ കോഡ് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പിംബ്രിയിലെ പെണ്ണെടുത്ത ആന്റിക്ക് ഋഷി കിണ്ടിയിൽ BCG നൽകി. രസമുള്ള ഒരു കോഡാണ്. പെൻസിലിൻ നിർമ്മിക്കുന്ന പ്ലാന്റ് ഇന്ത്യയിൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംബ്രിയിലാണ്. ഇവിടെ നാം പെൻസിൽ, പിംബ്രി. അടുത്ത് എടുത്തതിലൊന്നുമില്ല. ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക്കിന്റെ പ്ലാന്റ് എവിടെയാണ്? ഋഷികേശ്. എളുപ്പമാണ്. ഋഷികേശ്. നമ്മുടെ ഉത്തരാഖണ്ഡിലുള്ള ഒരു സ്ഥലമാണ് ഋഷികേശ്. ഉത്തരാഖണ്ഡിൽ. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഉത്തരാഖണ്ഡിൽ ഏത് സ്ഥലത്താണ് കുംഭമേള നടക്കുന്നത്? ഋഷികേശ് അല്ല. അതിന്റെ ഉത്തരം ഹരിദ്വാർ. ഹനുമാന്റെ കുംഭമേള. മറന്നുപോകരുത്. MTന്റെ മാമനാണ്. ആ കോഡ് പക്ഷെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ആ ചിത്രം മനസ്സിൽ വന്ന കംപ്ലീറ്റ് കിട്ടും. നമ്മൾ നേരത്തെ ഇന്ത്യയുടെ മാപ്പ് വരച്ച ആ ഒരു ചിത്രം. ഈ കോഡിലോട്ട് പോവാം. പിംബ്രിയിലെ പെണ്ണെടുത്ത ആന്റിക്ക് ഋഷി കിണ്ടിയിൽ BCG നൽകി. പെൻസിൽ നിർമ്മിക്കുന്ന പ്ലാന്റ് പിംബ്രി, മഹാരാഷ്ട്ര. ആന്റിബയോട്ടിക് നിർമ്മിക്കുന്ന പ്ലാന്റ് ആണ് ആന്റിക്ക് ഋഷികേശ്, ഉത്തരാഖണ്ഡ്. അടുത്ത് BCG. കിണ്ടിയിൽ BCG നൽകി. അപ്പൊ BCG നിർമ്മിക്കുന്ന പ്ലാന്റ് എവിടെയാണ്? കിണ്ടിയിൽ. കിണ്ടി അല്ല, ഗിണ്ടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. കിണ്ടി അല്ല, ഗിണ്ടി. ക്ലിയർ അല്ലേ? കിണ്ടി എന്ന് പറയരുത്, ഗിണ്ടി. BCG പ്ലാന്റ് ഗിണ്ടി. തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ഗിണ്ടി. തമിഴ്നാട്ടിലാണ് ഏത്? ഗിണ്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ, അത് വളരെ സിമ്പിൾ ആണ്. രണ്ടും പായിൽ നിന്ന് കിട്ടും. പെൻസിലിൻ പിംപ്രി, മഹാരാഷ്ട്ര. ആന്റിബയോട്ടിക് ആന്റിക്ക് ഋഷികേശ്. BCG എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗിണ്ടി, തമിഴ്നാട്. കൂടി ഓർത്ത് വെച്ചോ. റാബിസ് പ്ലാന്റ് എവിടെയാണെന്ന് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാബിസ് പ്ലാന്റ് 2 സ്ഥലങ്ങളിലുണ്ട്. ഒന്ന് കൂനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, കൂനൂർ. അടുത്തത് ഊട്ടിയിലും ഉണ്ട്, ഊട്ടി. ഓക്കെ അല്ലേ? നമ്മുടെ പേപ്പട്ടി വിഷബാധക്കെതിരെയുള്ളതാണ് ഈ റാബിസ്. ഇത് കൂനൂരും ഉണ്ട്, ഊട്ടിയിലും ഉണ്ട്. ഇതെങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റും?
നിങ്ങൾ പണ്ടേ കേട്ടിട്ടുണ്ടാവും പേപ്പർ ടി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ പൊക്കിളിന് ചുറ്റുമാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പൊക്കിളിന് ചുറ്റും ഇങ്ങനെ കുഞ്ഞു 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 കുനാന്നും പറഞ്ഞല്ലേ കുത്തുന്നത് അല്ലേ? ഇങ്ങനെ കുഞ്ഞു 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 കുനാന്നും പറഞ്ഞാൽ കുത്തുന്നത്. നോർത്ത് വെക്കാം. അതാണ് കുഞ്ഞു 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 കുനൂർ കുഞ്ഞു കുഞ്ഞു കുനൂർ. ഈ റാബിസ് പ്ലാന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പേപ്പട്ടി വിഷബാധക്ക് എതിരെയുള്ളതാണ്. അപ്പൊ അങ്ങനെ പേപ്പട്ടി ഊട്ടി ഓർത്ത് വേണം. പേപ്പട്ടി പട്ടിയല്ല ഊട്ടി കിട്ടും, എപ്പോഴെങ്കിലും കിട്ടും. പട്ടി ഊട്ടി ഒരു ചെറിയൊരു ബന്ധമില്ല. ഊട്ടി ടി ടി പട്ടി പട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു കാരണവശാലും മറന്നുപോയത് പിംപ്രിയിലാണ് പെൻസിലിൻ, ആന്റിക്ക് ഋഷികേശിൽ ആന്റിബയോട്ടിക്, BCG അല്ല കിണ്ടിയിൽ BCG കളിക്ക്, ഗിണ്ടി തമിഴ്നാട്. റാബിസ് പ്ലാന്റ് എവിടെയാന്ന് ചോദിച്ചാൽ കൂനൂരുമുണ്ട് ഊട്ടിയിലുമുണ്ട്. നമ്മുടെ 4ാമത്തെ കോഡിലോട്ട് പോവാം. ഹെഡിങ് ഇങ്ങനെയാണ്: മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. നമ്മുടെ ഇന്ത്യയിലുള്ള വളരെ വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. എന്നാൽ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും പോകും. ഇതിന്റെ കോഡ് ഒരു പൊട്ടക്കോഡാണ്. കോഡ് ഇങ്ങനെയാണ്: HUSAN എന്ന് ഒരു സൈഡിൽ എഴുതണം. HUSAN. ഇവിടെ KBCJP ഇങ്ങനെയാണ് ഇതിന്റെ കോഡ്. പക്ഷേ ഈ കോഡ് പഠിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇത് രണ്ടും പഠിക്കാൻ പിന്നെയും ഒരു കോഡ് പഠിക്കണം. ഇവിടെ നമ്മളിവിടെ ഈ കോഡൊന്നും പഠിക്കുന്നില്ല. നമ്മളിവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോഡാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം ഫലപ്രദമാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്. H എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി. നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി. അപ്പൊ ഞാനിത് പണ്ട് ഇങ്ങനെയാണ് പഠിച്ചത്. നമ്മൾ ഈ ചെറുപ്പകാലത്തൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും ഒക്കെ കളിക്കാനൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളുടെ അമ്മ വീട്ടിൽ ഒരു കോലും കൊണ്ട് എപ്പോഴും നിൽക്കും നമ്മളെ തല്ലാനായിട്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നിങ്ങളുടെ കാര്യം ആലോചിച്ചു. നിങ്ങൾ ചെറുപ്പത്തിൽ എവിടെയെങ്കിലും ഒക്കെ കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ കോലും കൊണ്ട് നിൽക്കും അല്ലെ? എവിടെയാണ് നീ പോയെന്നൊക്കെ ചോദിച്ചു നിൽക്കും. കോലും കൊണ്ട് നിൽക്കും. എവിടെ? വീട്ടിൽ. ആ ഒരു സങ്കല്പത്തിൽ പഠിക്കാൻ പറ്റും, മറന്നൊന്നും പോകത്തില്ല. H ഹോമിയോപ്പതി ഞാൻ ഹോമാക്കി മാറ്റി. ഹോമിയോപ്പതി മീൻസ് ഹോം. അപ്പൊ നോക്കി, കോല് കൊൽക്കത്ത. ഇത് ഫുള്ള് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി എവിടെയാണ്? അപ്പൊ വീട്ടിൽ സങ്കല്പിച്ചോണം. വീട്ടില് ഹോം, കോലായിട്ട് അമ്മ നിൽക്കുന്ന സങ്കല്പിച്ചോണം, കൊൽക്കത്ത. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ. ഇത് ബാംഗ്ലൂരാണ്. ചിലപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ തിരിഞ്ഞു പോവാം. പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ, ജയ്പൂർ ഏതെങ്കിലും ഒക്കെ 4 വരും. അപ്പൊ ഓർത്ത് നോക്കാം, നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് സിനിമ ആലോചിക്കും. ബാംഗ്ലൂർ ഡേയ്സ് സിനിമ എന്ന് പറഞ്ഞ ഒരു യോ പടമല്ലേ? അപ്പൊ യുനാനി എവിടെയാണ്? ബാംഗ്ലൂരാണ്. പിന്നെ പൊതുവെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലവും ഒരു അങ്ങനത്തെ സ്ഥലമാണ്. അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു യോ പ്ലേസ് ആണ്. കിട്ടിയല്ലോ. അപ്പൊ യുനാനി, യോ എന്ന് ആലോചിക്കാം. യുനാനി ബാംഗ്ലൂരാണ്. അടുത്തതിലോട്ട് പോവാം. ഇത് സിദ്ധ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, വളരെ ഫേമസ് ആണ്, ചെന്നൈയിലാണ്. ഇതെങ്ങനെ പഠിക്കാൻ പറ്റും? ഈ സിദ്ധന്മാരില്ലേ, സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ വലിയ മുനികളാണല്ലോ. ഈ സിദ്ധന്മാര് നമ്മളെപ്പോഴും ചെന്ന് കാണണ്ടേ? അപ്പൊ ചെന്നൈ. ഇനി ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി എവിടെയാണ്? ഹോമാലോയ്ക്ക് ഹോമോ വീട്. നിങ്ങൾ കളിക്കാനൊക്കെ പോയി തിരിച്ചു വന്നപ്പോ അമ്മ ഇങ്ങനെ കോലായിട്ട് കൊൽക്കത്ത. മറന്നു പോകത്തില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ, യുനാനി യോ എന്ന് പറയുമ്പോൾ അത് ബാംഗ്ലൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, സിദ്ധന്മാരെ നമ്മളെപ്പോഴും അങ്ങ് ചെന്ന് കാണണം, ചെന്നൈ. എന്താ അടുത്തത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, വളരെ ഫേമസ് ആണ്. ആയുർവേദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്. എപ്പോഴും ആയുർവേദം വിജയിക്കും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ആയുർവേദം വിജയിക്കും, ആയുർവേദം വിജയിക്കട്ടെ. വിജയ് ജയ്പൂർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ. ഏറ്റവും അവസാനത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും കിട്ടും. ഇതിന്റെ ഉത്തരം പൂനെ. കാരണം ഇതൊക്കെ തന്നെ ഓപ്ഷനിൽ വരത്തുള്ളൂ. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ബാക്കിയുള്ളതൊക്കെ ഓപ്ഷൻ വരും. ക്ലിയർ അല്ലേ? ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കോഡാണ് ഇവിടെ ഉപയോഗിച്ചത്. കാണാപ്പാടം പഠിക്കുന്ന കോഡല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കോഡിന്റെ ആവശ്യമില്ല ഇവിടെ. ചോദിച്ചു നോക്കാം, കിട്ടുന്നുണ്ടാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ. ഓപ്ഷൻ ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, പൂനെ.
യുനാനി, യോയോ എന്നൊക്കെ പറയുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സ്, ബാംഗ്ലൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, സിദ്ധന്മാരെ നമ്മൾ എപ്പോഴും ചെന്ന് കാണണം, അപ്പോ ചെന്നൈ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ആയുർവേദം വിജയിക്കട്ടെ, ജയ്പൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, അമ്മ തിരിച്ചു വരുമ്പോ കോലി, കൊൽക്കത്ത. ഏറ്റവും അവസാനത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി, പൂനെ. ഇനി രണ്ട് കാര്യം കൂടി ഇതിന് കൂടുതൽ ഓർത്ത് വെച്ചോ. യുനാനി മെഡിസിൻ പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ സംശയം വരും, യോയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ സംശയം വന്നേക്കാം. എന്നാൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഈ യുനാനി എന്ന് പറയുന്ന ചികിത്സാ രീതി ഇന്ത്യയിൽ കൊണ്ടുവന്നത് അറബികളാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്ക്, അറബികൾ. ഈ അറബികളും യോയോ തമ്മിൽ ബന്ധമില്ല, നമ്മളെ കോഡാണ് യോയോ, ബാംഗ്ലൂരാണെന്ന് കിട്ടാൻ വേണ്ടി പറഞ്ഞത്. യുനാനി മെഡിസിൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അറബികളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിദ്ധ വൈദ്യത്തിന്റെ പിതാവ് ആയിട്ട് പറയുന്നത് അഗസ്ത്യമുനിയാണ്. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂലേ? അഗസ്ത്യമുനി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ പണ്ട് ആൾക്കാർ ഇങ്ങനെ ചെന്ന് കണ്ടിരുന്നു, ചെന്നൈ. ക്ലിയർ അല്ലേ? സിദ്ധ വൈദ്യത്തിന്റെ പിതാവ് അഗസ്ത്യമുനിയാണ്. നാലാമത്തെ നമ്മുടെ കോഡ് കഴിഞ്ഞു. നമ്മൾ പോകുന്നു ഏറ്റവും അവസാനത്തെ കോഡ്, അഞ്ചാമത്തെ കോഡ്. 2000 നവംബർ മാസത്തിൽ ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഒരിടക്ക് സ്ഥിരമായിട്ട് ചോദിച്ചിരുന്നതാണ്, അതേതൊക്കെയാണ്? ഒരിക്കൽ കൂടി പറയാം. 2000 നവംബർ മാസത്തിൽ നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നമ്മളുടെ കോഡ്. ആ കോഡ് പിന്നെയും കുറച്ചും കൂടി സിമ്പിൾ ആണ്. അതിങ്ങനെയാണ് കോഡ്: ച ഉ ജ 1 9 15. ഇത് പഠിക്കണേ. നേരത്തെ പറഞ്ഞ കോഡ് ഞാൻ പഠിക്കണ്ടെന്ന് പറഞ്ഞു. ആ കോഡ് മാറ്റിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി തന്ന ഒരു കോഡ് പറഞ്ഞു. ഇത് പക്ഷെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇങ്ങ് പറഞ്ഞു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ്? സിദ്ധന്മാരെ ചെന്ന് കാണണം, ചെന്നൈ. ജന്മം പോയെന്ന് പറഞ്ഞു പോകത്തില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ആയുർവേദം വിജയിക്കട്ടെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി, അതാണ് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്നത്, പൂനെയാണ്. മറ്റേതൊക്കെ ഓപ്ഷൻ വരത്തുള്ളൂ, അപ്പൊ അതൊന്നും അല്ലെങ്കിൽ പൂനെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, ഹോമിലാണ്. അമ്മ തിരിച്ചു വരുമ്പോൾ കോലായിട്ട് നിൽക്കുന്നത് കൊൽക്കത്ത. MT എന്റെ മാമനാണ്. എന്തിന്റെ കോഡായിരുന്നു? 7 സിസ്റ്റേഴ്സിന്റെ കോഡായിരുന്നു. അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഇതാലോചിച്ച് പറഞ്ഞാൽ മതി, അരുണാചൽ പ്രദേശ്. അതിൽ ഏറ്റവും ചെറുത് ത്രിപുര. അതിലില്ലാത്ത വടക്കിഴക്കൻ സംസ്ഥാനം സിക്കിം. ലോട്ടറി ആരംഭിച്ചു കേരള. ഓൺലൈൻ ലോട്ടറി സിക്കിം. ലോട്ടറി നിരോധിച്ചു പറഞ്ഞ് തമിഴ്നാട്ടിൽ. ക്ലിയർ? നേരെ ഇങ്ങോട്ട് വരാം. 2000 നവംബർ മാസം ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ: ച ഉ ജ 1 9 15. പറ. ച ഉ ജ 1 9 15. ച ഏതാണ്? ഛത്തീസ്ഗഡാണ്. നിലവിൽ വന്നത് എല്ലാ 2000 നവംബർ ആണല്ലോ, അവിടെ ഒന്നും വേറെ ചേർക്കാനില്ല. 2000 നവംബർ 1. ക്ലിയർ അല്ലേ? ഛത്തീസ്ഗഡ് വന്നത് 2000 നവംബർ 1. ഉത്തരാഖണ്ഡ് ആണ്, മാറിപ്പോയത് ഉത്തർപ്രദേശ് അല്ല. കാരണം ഉത്തർപ്രദേശിനെ വേർതിരിച്ചാണ് ഉത്തരാഖണ്ഡ് വന്നത്. ഉത്തരാഖണ്ഡാണ്, ഒന്ന് എഴുതി വെച്ചേക്കാം. ഉത്തരാഖണ്ഡ് എന്നാണ് വന്നത് 2000 നവംബർ 9. വളരെ സിമ്പിൾ. ജാർഖണ്ഡ്, ജാ വെച്ച് ഒരു സംസ്ഥാനം ഇന്ത്യയിലുള്ളൂ. ജാർഖണ്ഡ് 2000 നവംബർ 15. അപ്പൊ 2000 നവംബർ മാസത്തിൽ നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ ച ഉ ജ 1 9 15. ഇനി നിങ്ങൾ നോക്കേ, ഇവിടെ നിന്ന് ഒരു 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമ്മുടെ മധ്യപ്രദേശ് വേർതിരിച്ചാണ് നിലവിൽ വന്നത്. മറന്നുപോകരുത്, മധ്യപ്രദേശ് വേർതിരിച്ചാണ് ഛത്തീസ്ഗഡ് വന്നത്. 2000 നവംബർ മാസം 1-ാം തീയതിക്ക് തലേന്ന് വരെയും അല്ലെങ്കിൽ അതിന് കുറച്ച് മുന്നേ വരെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്. പക്ഷേ ഛത്തീസ്ഗഡ് മധ്യപ്രദേശിൽ നിന്ന് ഒരു ഭാഗം വേർതിരിച്ച് വന്നപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനായി മാറി. ക്ലിയർ അല്ലേ? ഇപ്പൊ 2ാമത്തെ വലുതാണ് മധ്യപ്രദേശ്. അപ്പൊ ഒരിക്കൽ കൂടി 2000 നവംബർ മാസം നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ് ച ഉ ജ 1 9 15. ഛത്തീസ്ഗഡ് 2000 നവംബർ 1, ഉത്തരാഖണ്ഡ് 2000 നവംബർ 9, ജാർഖണ്ഡ് 2000 നവംബർ 15. അതിൽ നിന്ന് നമ്മൾ പഠിച്ച അടുത്ത ചോദ്യം, മധ്യപ്രദേശിനെ വേർതിരിച്ചാണ് ഛത്തീസ്ഗഡ് വന്നത് എന്ന് വെച്ചാൽ 2000 നവംബർ മാസം 1-ാം തീയതി ഛത്തീസ്ഗഡ് വന്നത് വരെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്. ഇപ്പൊ ഉത്തരം രാജസ്ഥാനാണ്, 2-ാം സ്ഥാനത്താണ് മധ്യപ്രദേശ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ആര് വേർതിരിച്ചാണ് വന്നത്? നമ്മൾ നേരത്തെ പറയുകയും ചെയ്തല്ലേ, അത് ഉത്തർപ്രദേശ് വേർതിരിച്ചാണ് ഉത്തരാഖണ്ഡ് വന്നത്. അടുത്തതിലോട്ട് പോകുമ്പോൾ ജാർഖണ്ഡ്. ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം ബീഹാർ വേർതിരിച്ചാണ് വന്നത്. ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനത്തിന്റെ കുറച്ച് പോർഷനാണ് ഇന്നത്തെ ജാർഖണ്ഡ്. ഉത്തർപ്രദേശിന്റെ കുറച്ച് പോർഷനാണ് ഉത്തരാഖണ്ഡ്. മധ്യപ്രദേശിന്റെ കുറച്ച് പോർഷനാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രം പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, നിലവിൽ വന്ന വർഷം ച ഉ ജ 1 9 15 ആയതുകൊണ്ട് 2000 നവംബർ മാസം 1-ാം തീയതി.
തലസ്ഥാനത്തിന്റെ പേര് റായ്പൂർ എന്നാണ്. തലസ്ഥാനം റായ്പൂർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമുണ്ട്, സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റായ്പൂരാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന റായ്പൂരാണ്. തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഓർത്ത് നോക്കും, നമ്മുടെ വിവേകാനന്ദൻ തലയിൽ ഒരു റാ വെച്ചിരിക്കുന്ന ഓർത്ത് നോക്കും, റാ വെച്ച്. അപ്പൊ സ്വാമി വിവേകാനന്ദ എയർപോർട്ട് റായ്പൂരാണ്. നമ്മുടെ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ് ഈ റായ്പൂർ. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 2000 നവംബർ 1 വന്നു. തലസ്ഥാനം റായ്പൂര്. വിവേകാനന്ദൻ തലയിൽ ഇങ്ങനെ റാ വെച്ചിരിക്കുന്നതുകൊണ്ട് സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന റായ്പൂര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമുണ്ട്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അജിത് യോഗി. ആരാണ്? അജിത് യോഗിയാണ് ആ വ്യക്തി. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണത്. ഛത്തീസ്ഗഡിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് അജിത് യോഗി. ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമുണ്ട്, അതിങ്ങനെ വരും. IAS ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അജിത് യോഗി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. IAS ഇന്ത്യയിലെ തന്നെ ആദ്യ മുഖ്യമന്ത്രിയാണ് അജിത് യോഗി. ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു അജിത് യോഗി. നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആവണമെങ്കിൽ മിനിമം 10ാം ക്ലാസ് പാസ്സാവണമെന്ന് പറഞ്ഞ പല ആൾക്കാർ രാജിവെക്കേണ്ടി വരും. അപ്പോ ഓർത്തു വെക്ക, IAS ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ഒരു കാരണവശാലും മറന്നു പോകരുത് ഇദ്ദേഹത്തിന്റെ പേര്, അജിത് യോഗി. ഛത്തീസ്ഗഡിന്റെ ആദ്യ മുഖ്യമന്ത്രി. 2000 നവംബർ 1 ഛത്തീസ്ഗഡ് വന്നത്. തലസ്ഥാനം റായ്പൂര്. സ്വാമി വിവേകാനന്ദ ഇന്റർനാഷണൽ എയർപോർട്ടും റായ്പൂര് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ഇപ്പൊ നമ്മുടെ ഛത്തീസ്ഗഡിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല, അത് ഓരോ സംസ്ഥാനം എടുക്കുമ്പോൾ പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം മാത്രം, നമുക്ക് ആ കോഡിന്റെ കൂടെ പഠിക്കാനുള്ള കാര്യം മാത്രം. അടുത്ത സംസ്ഥാനത്തിലോട്ട് പോവാം. ഉത്തരാഖണ്ഡ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ നേരത്തെ ഉത്തരാഖണ്ഡിലെ 2 സ്ഥലങ്ങളൊന്ന് പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? ഋഷികേശ് നമ്മൾ സൂചിപ്പിച്ചു. ഋഷികേശ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയായിരുന്നു എന്ന്. നമ്മൾ ഒരു കോഡിലാണത് പറഞ്ഞത്. പിംബ്രിയിലെ പെണ്ണെടുത്ത ആന്റിക്ക് ഋഷി കിണ്ടിയിൽ BCG നൽകി എന്നായിരുന്നു ആ കോഡ്. അപ്പൊ ആന്റിബയോട്ടിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്ലാന്റ് ഇന്ത്യയിലുണ്ട്, അത് ഋഷികേശിലാണ്. ഈ ഋഷികേശ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഋഷികേശുമായി ബന്ധപ്പെട്ട നമ്മുടെ അടുത്ത ചോദ്യം ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്നാണ്. യോഗ തലസ്ഥാനം. ലോകത്തിന്റെ യോഗ തലസ്ഥാനമാണ് ഋഷികേശ്. അതെങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും? തൽക്കാലത്തേക്ക് ഇങ്ങനെ ഓർത്തു നോക്കുക. നമ്മൾ ഈ യോഗ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യോഗ ചെയ്യുമ്പോൾ ഈ അക്ഷരം നോക്കി, ഇത് യോഗ ചെയ്യുന്ന പോലെ വെച്ചേക്കുന്നത്. ഓർത്തിരുന്നാ കിട്ടു നോക്കാം. അപ്പൊ ലോകത്തിന്റെ യോഗ തലസ്ഥാനമാണ് ഋഷികേശ്. ഇങ്ങനെ ആലോചിച്ച് നോക്കണം. അപ്പൊ ലോകത്തിന്റെ യോഗ തലസ്ഥാനമാണ് ഋഷികേശ്. ഉത്തരാഖണ്ഡിലാണ്. നേരത്തെ കോഡിൽ ആന്റിബയോട്ടിക് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതും ഋഷികേശിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ലോക യോഗ ദിനം 21 ജൂൺ 21. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം. ലോക യോഗ ദിനം ജൂൺ 21. ഋഷികേശ് ഉത്തരാഖണ്ഡിലാണ്. പിന്നെ ഉത്തരാഖണ്ഡിൽ ഒരു സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞു കോഡിൽ, അത് ഹരിദ്വാർ ആയിരുന്നു ആ സ്ഥലം. ഏത് കോഡിലാണ് നമ്മൾ ഹരിദ്വാർ പറഞ്ഞത്? ഹനുമാന്റെ കുംഭമേള. കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ഉത്തരാഖണ്ഡിലെ കുംഭമേള ഹരിദ്വാറിൽ മാത്രമേ നടക്കുന്നുള്ളൂ, ഋഷികേശിലില്ല. ക്ലിയർ അല്ലേ? അടുത്തൊരു സ്ഥലം നിങ്ങൾ ഓർത്തു വെച്ചോ, ഡെറാഡൂൺ. നമ്മൾ ഹിമാലയൊക്കെ ഇനി ഭാവിയിൽ വരച്ചു പഠിക്കുമ്പോൾ ഇതൊക്കെ വീണ്ടും വരും. ഡെറാഡൂണിന്റെ പ്രത്യേകത, ഡെറാഡൂൺ ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമാണ്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയും ഡെറാഡൂൺ ആണ്. സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ്. സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയും ഡെറാഡൂൺ ആണ്. സ്കൂൾ ക്യാപിറ്റൽ, ഇന്ത്യയിലെ വിദ്യാലയ തലസ്ഥാനം എന്ന് വിളിക്കുന്നു ഡെറാഡൂൺ. നമ്മൾ പണ്ട് വിദ്യാലയങ്ങളിലൊക്കെ പോയപ്പോൾ നമ്മൾ ഭയങ്കര ജോളി ആയിരുന്നില്ലേ? ജോളി ഗ്രാൻഡ് വിമാനത്താവളം, ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ജോളി ഗ്രാൻഡ് വിമാനത്താവളമാണ് ഉത്തരാഖണ്ഡിലെ ഏറ്റവും ഫേമസ് വിമാനത്താവളം. ഡെറാഡൂണിലാണ്.
എങ്ങനെ പഠിക്കാൻ പറ്റും? ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് തലസ്ഥാനമാണ്. സ്കൂൾ ക്യാപിറ്റലും ഡെറാഡൂൺ ആണ്. സ്കൂളിൽ നമ്മൾ പോയിരുന്നു, ഇപ്പൊ ജോളിയായിട്ട് പോയിരുന്നു. ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂൺ ആണ്. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന അവിടെ, വിവേകാനന്ദ തലയിൽ ഒരു റായ്പൂരി. പൂക്കളുടെ താഴ്വര, ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ഉത്തരാഖണ്ഡാണ്. ഇമ്പോർട്ടന്റ് ആണ്. പൂക്കളുടെ താഴ്വര, ഒരു പൂവിനെ ആലോചിച്ച് നോക്ക്. പൂക്കളുടെ താഴ്വര, ദേവഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നമ്മൾ നേരത്തെ ഒരു IAS കാരന്റെ പേര് പറഞ്ഞു, ഒരു കാരണവശാലും മറന്നു പോരുതെന്ന് പറഞ്ഞു അല്ലെ. നമ്മളുടെ കേരളത്തിൽ മുഖ്യമന്ത്രി മന്ത്രിയൊക്കെ ആവണമെങ്കിൽ മിനിമം 10ാം ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരൊക്കെ രാജിവെക്കേണ്ടി വരും. പക്ഷെ ഇന്ത്യയിലെ IAS കാരനായ ആദ്യ മുഖ്യമന്ത്രി, അഭിമാനത്തോടെ പറയണം ആ പേര്, അജിത് യോഗി നമ്മുടെ ഛത്തീസ്ഗഡിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരാഖണ്ഡിന്റെ ആദ്യ മുഖ്യമന്ത്രി ഒന്ന് ഓർത്തു വെക്കണം, നിത്യാനന്ദ സ്വാമി. ഉത്തരാഖണ്ഡിന്റെ ആദ്യ മുഖ്യമന്ത്രി നിത്യാനന്ദ സ്വാമിയാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് ആയ ചോദ്യമല്ല, ചോദിക്കാറില്ല. പക്ഷേ ഉത്തരാഖണ്ഡിന്റെയും ഉത്തർപ്രദേശിന്റെയും മുഖ്യമന്ത്രിയായ ഒരാളുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം വേർതിരിച്ചാണ് ഉത്തരാഖണ്ഡ് വന്നത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീട് അദ്ദേഹം ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി. അതാരാണെന്ന് ചോദിച്ചാൽ അത് എൻ ഡി തിവാരി എന്ന് പറയുന്ന ആളാണ്. എൻ ഡി തിവാരി. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ്. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് എൻ ഡി തിവാരിയുടെ. തിവാരി എന്നോളത്തെ പേരാണല്ലേ. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയാവുന്ന ആദ്യ വ്യക്തിയാണ് എൻ ഡി തിവാരി. IAS കാരനായ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അജിത് യോഗി. എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയാണത്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു IAS വരുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ IAS കാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ IAS കാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. മസൂറി എന്ന് പറയുന്ന സ്ഥലത്താണ്. മസൂറി എവിടെയാണ് ഈ മസൂറി? ഉത്തരാഖണ്ഡിലാണ്. ഇതൊക്കെയാണ് ഉത്തരാഖണ്ഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഉത്തരാഖണ്ഡ് നെല്ല് വന്നത് ചാ ഊജ 1/9/15 ആയതുകൊണ്ട് 2000 നവംബർ മാസം 9-ാം തീയതിയാണ്. ഋഷികേശിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റിബയോട്ടിക് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഋഷികേശിലാണ്. ഋഷികേശ് എന്ന് പറയുമ്പോൾ യോഗ ആലോചിക്കണം. ലോകത്തിന്റെ യോഗ തലസ്ഥാനമാണ് ഋഷികേശ്. യോഗ ദിനം ജൂൺ മാസം 21-ാം തീയതി. പിന്നെ കഴിഞ്ഞ കോഡിൽ നമ്മൾ പറഞ്ഞു കുംഭമേള ഫേമസ് ആയ സ്ഥലങ്ങൾ. ഹനുമാന്റെ കുംഭമേള, H ഹരിദ്വാർ, A അലഹബാദ്, N നാസിക്, U ഉജ്ജയിനി. ഉജ്ജയിനി ആരുടെ തീരത്ത്? ക്ഷിപ്രയുടെ പ്രത്യേകത ചമ്പലിന്റെ പോഷകതി. ചമ്പലത്തിന്റെ പോഷകതി യമുനത്തിന്റെ പോഷകതി ഗംഗ. നേരിങ്ങോട്ട് വരാൻ ഉത്തരാഖണ്ഡ് തലസ്ഥാനം ഡെറാഡൂൺ ആണ്. ഡെറാഡൂണിന്റെ പ്രത്യേകത ക്യാപിറ്റൽ ഓഫ് ഉത്തരാഖണ്ഡാണ്. അത് മാത്രമല്ല സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വിദ്യാലയങ്ങളുടെ തലസ്ഥാനം എന്ന് ഡെറാഡൂണെ വിളിക്കുന്നു. വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ ഒരു ജോളി ഉണ്ടായിരുന്നതുകൊണ്ട് ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഉത്തരാഖണ്ഡിലാണ്. ഒരു കാരണവശാലും മറന്നുപോകരുത് സ്വാമി വിവേകാനന്ദ എയർപോർട്ട് റായ്പൂർ എന്ന തലസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. നേരത്തിലോട്ട് വരാൻ ദേവഭൂമി. പിന്നെ ഞാൻ 1-2 പൂക്കൾ വരച്ചു വെച്ചിരിക്കുന്നു. പൂക്കളുടെ താഴ്വര, ദേവഭൂമി എന്നൊക്കെ വിളിക്കുന്നു ഉത്തരാഖണ്ഡിനാണ്. ഉത്തരാഖണ്ഡിന്റെയും ഉത്തർപ്രദേശിന്റെയും മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് എൻ ഡി തിവാരി. അടിപൊളി പേരാണ് എൻ ഡി തിവാരി. ചോദ്യം: 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി എൻ ഡി തിവാരി. 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി എൻ ഡി തിവാരി. 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് എൻ ഡി തിവാരി. എന്നാൽ ഉത്തരാഖണ്ഡിന്റെ ആദ്യ മുഖ്യമന്ത്രി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിത്യാനന്ദ സ്വാമി. ഇതുവരെ ചോദിച്ചിട്ടില്ല, ഓർത്തു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തോട്ട് പോകാം. IAS നമ്മൾ 2 IAS പഠിച്ചല്ലേ. ഇന്ത്യയിലെ IAS കാരനായ ആദ്യ മുഖ്യമന്ത്രി അജിത് യോഗി, ഛത്തീസ്ഗഡ്. എന്നാൽ IAS കാർക്ക് പരിശീലനം നൽകുന്ന ഇന്ത്യയിലെ സ്ഥാപനം ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മസൂറി. നേരെ അടുത്തോട്ട് പോകാം. ജാർഖണ്ഡിലോട്ട് പോകാം. തലസ്ഥാനം റാഞ്ചി. നമ്മുടെ ധോണി ജനിച്ച സ്ഥലമാണ് റാഞ്ചി. MS ധോണി. റാഞ്ചി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നു റാഞ്ചിയെ. ആ നഗരത്തിൽ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമ്മൾ ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ടൊക്കെ പറയും. ഇവിടെ സംസ്ഥാനങ്ങളുടെ കുറച്ച് അവിടെ നിന്നുമായ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് റാഞ്ചി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, റായ്പൂരും ഛത്തീസ്ഗഡ്, ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്.
റാഞ്ചി ജാർഖണ്ഡ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരമാണ് റാഞ്ചി. ഒരു ചോദ്യങ്ങൾ ഓർത്തു വെച്ചോ, 36 കോട്ടകൾ എന്ന അർത്ഥം വരുന്ന സംസ്ഥാനം. കോട്ടകൾ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി. 36 കോട്ടകൾ എന്ന അർത്ഥം വരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. പൂക്കളുടെ താഴ്വര, ദേവഭൂമി എന്നൊക്കെ വിളിക്കുന്നത് ഉത്തരാഖണ്ഡ്. അങ്ങനെയാണെങ്കിൽ ആദിവാസി സംസ്ഥാനം എന്ന് വിളിക്കുന്നത് ജാർഖണ്ഡ്. ശ്രദ്ധിച്ചു കേൾക്കണം, ആദിവാസി സംസ്ഥാനം എന്ന് വിളിക്കുന്നത് ജാർഖണ്ഡ്. ഇന്ത്യയുടെ വനാഞ്ചൽ എന്ന് വിളിക്കുന്നതും ജാർഖണ്ഡ്. ഇന്ത്യയുടെ വനാഞ്ചൽ എന്ന് വിളിക്കുന്നതും ജാർഖണ്ഡ്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്ന് വിളിക്കുന്ന സംസ്ഥാനവും ജാർഖണ്ഡ്. ഉദയ സൂര്യൻ. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നേരത്തെ പറഞ്ഞ കുറെ വ്യത്യാസമുണ്ട്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്ന് വിളിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ്. വനാഞ്ചൽ എന്ന് വിളിക്കുന്നതും ജാർഖണ്ഡ്. പക്ഷെ ഇവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനവും മധ്യപ്രദേശ്. ഇത് മാറിപ്പോകരുത്. ഇതൊക്കെ വിശേഷണങ്ങൾ മാത്രമാണ്. ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ്, ഇന്ത്യയുടെ വനാഞ്ചൽ ജാർഖണ്ഡ്, ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ ജാർഖണ്ഡ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. നമ്മളിത് പഠിച്ചാണ് അല്ലെ? ഇതൊക്കെ വിശേഷണങ്ങളാണ്. മറ്റേത് ജോഗ്രഫി അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ നമ്മുടെ ഈ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായതുകൊണ്ട് സൂര്യകിരണങ്ങൾ ആദ്യമായിട്ടൊക്കെ പതിക്കുന്ന അരുണാചൽ പ്രദേശിലാണ്. അങ്ങനെ വന്ന വിശേഷണമാണ് ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്, ഉദയസൂര്യന്റെ നാടും അരുണാചൽ പ്രദേശ്. രാജ്യം ചോദിക്കുമ്പോൾ ജപ്പാൻ. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്നതാണ് ജാർഖണ്ഡ്. നീ നോക്കി വ്യത്യാസം നോക്കി. ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശിലാണ്. ഈ ആദിവാസികൾ എന്ന് പറയുമ്പോൾ വനത്തിനുള്ളിൽ താമസിക്കുന്നവരാണല്ലോ പൊതുവെ. അപ്പോൾ അവിടെ തന്നെ ആയിരിക്കില്ലേ കൂടുതൽ. അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം മധ്യപ്രദേശിലാണ്. സ്വാഭാവികമായിട്ടും ആദിവാസികൾ കൂടുതൽ മധ്യപ്രദേശിലായിരിക്കും. പക്ഷേ ആദിവാസി സംസ്ഥാനം എന്ന് വിളിക്കുന്നത് ജാർഖണ്ഡ്. ക്ലിയർ. ഇന്ത്യയുടെ വനാഞ്ചൽ എന്ന് വിളിക്കുന്നതും ജാർഖണ്ഡ്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്ന് വിളിക്കുന്നതും ജാർഖണ്ഡ്. തലസ്ഥാനം റാഞ്ചി. റാഞ്ചിയുടെ പ്രത്യേകത ധോണി ജനിച്ചു. അത് മറന്നു പോയാലും കുഴപ്പമില്ല. വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് റാഞ്ചി. വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് റാഞ്ചി. ബിർസ മുണ്ട വിമാനത്താവളം. ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന റാഞ്ചിയിലാണ്. ബിർസ മുണ്ട എന്ന പേരിൽ തന്നെ ഉണ്ട്. ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന റാഞ്ചിയിലാണ്. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് തലയിലൊരു റാവിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു. വിവേകാനന്ദ റായ്പൂര്. ഒരു കാര്യം ചോദിക്കട്ടെ, ജോളി ഗ്രാൻഡ് വിമാനത്താവളം നമ്മൾ എപ്പോഴാണ് ജോളിയാവുന്നത്? പണ്ട് വിദ്യാലയങ്ങളിലൊക്കെ പോയിരുന്നപ്പോഴാണ്. 2-3 ചോദ്യം കിട്ടി. സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അവിടെ തന്നെയാണ് ജോളി ഗ്രാൻഡ് വിമാനത്താവളം. ഡെറാഡൂൺ എന്തിന്റെ തലസ്ഥാനമാണ്? ഉത്തരാഖണ്ഡ്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാർഖണ്ഡ്. തലസ്ഥാനം റാഞ്ചി. പ്രത്യേകത വെള്ളച്ചാട്ടങ്ങളുടെ നഗരം. ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് റാഞ്ചി. എന്നാൽ ബിർസ മുണ്ട പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിക്കും. അത് ധൻബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ധൻബാദ് എന്ന് പറയുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ് ജാർഖണ്ഡ്. ഒരു പ്രത്യേകതയുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഖനികളുടെ നഗരം. ഖനികളുടെ നഗരമാണ് ധൻബാദ്. ഓർത്തു വെച്ചോ, ഖനികളുടെ നഗരമാണ് ധൻബാദ്. ഈ ധൻബാദ് ജാർഖണ്ഡിലായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ധാതു സംസ്ഥാനം ജാർഖണ്ഡാണ്. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. അപ്പൊ ധാതു സംസ്ഥാനം, ആദിവാസി സംസ്ഥാനം, വനാഞ്ചൽ, ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ ഇതൊക്കെ ജാർഖണ്ഡാണ്. ഇങ്ങ് പറഞ്ഞു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലോചിച്ച് നോക്ക്. ആയുർവേദം വിജയിക്കും. ജയ്പൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി, ഞാൻ എങ്ങനെയാ പറഞ്ഞ യുനാനി എന്നൊക്കെ പറയുമ്പോൾ യോ എന്നൊക്കെ സങ്കല്പിക്കുമ്പോൾ ബാംഗ്ലൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, ഹോമിൽ അമ്മ, കോല് കൊൽക്കത്ത. സിദ്ധന്മാരെ നമ്മൾ ചെന്ന് കാണുന്ന ചെന്നൈ. സിദ്ധ വൈദ്യത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് നമ്മുടെ അഗസ്ത്യമുനിയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്വാമി വിവേകാനന്ദ എയർപോർട്ട് എവിടെയാണ്? റായ്പൂര്. നേരെ ഇങ്ങോട്ട് വരാം. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചിയിലാണ്. ബിർസ മുണ്ട പാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ധൻബാദിലാണ്. ഇനി ബിർസ മുണ്ട അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അത് റാഞ്ചി തന്നെയാണ്.
പരീക്ഷ സിമ്പിൾ ആണെങ്കിൽ റാഞ്ചി, ധൻബാദ് എന്ന ഓപ്ഷൻ വരത്തില്ല. അതിന് പകരം ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇങ്ങനെ ഓപ്ഷൻ വരത്തുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെ ഉത്തരം ജാർഖണ്ഡാണ്. ബിർസ മുണ്ട അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജാർഖണ്ഡ്, ബിർസ മുണ്ട എയർപോർട്ട് ജാർഖണ്ഡ്, ബിർസ മുണ്ട പാർക്ക് ജാർഖണ്ഡ് തന്നെ. ടഫാണെങ്കിൽ ജാർഖണ്ഡിലെ സ്ഥലങ്ങൾ ചോദിക്കും. ഇവിടെ വ്യത്യാസം, ബിർസ മുണ്ടയുടെ പാർക്കാണ് ധൻബാദിലുള്ളത്. പാർക്ക് ധൻബാദ്. ബിർസ മുണ്ട വിമാനത്താവളം എപ്പോഴും മെയിൻ സ്ഥലത്ത് തന്നെ, റാഞ്ചിയിൽ. ബിർസ മുണ്ട അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റാഞ്ചിയിൽ തന്നെ. അപ്പൊ ആരാണ് ബിർസ മുണ്ട? ദൈവത്തിന്റെ അവതാരം, ലോകത്തിന്റെ പ്രതിപുരുഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ ബിർസ മുണ്ട. ദൈവത്തിന്റെ അവതാരം, ലോകത്തിന്റെ പ്രതിപുരുഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗോത്ര നേതാവാണ് ബിർസ മുണ്ട. ഖനികളുടെ നഗരമാണ് ധൻബാദ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്ന് വിളിക്കുന്നതും ജാർഖണ്ഡിനെയാണ്. ഇവിടെ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. വനം കൂടുതൽ മധ്യപ്രദേശ്, അതുകൊണ്ട് ആദിവാസികൾ കൂടുതലും മധ്യപ്രദേശ്. പക്ഷേ ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ്, വനാഞ്ചലും ജാർഖണ്ഡ് തന്നെ. ഇനി ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്ന് വിളിക്കുന്നത് ജാർഖണ്ഡ്. എന്നാൽ ഉദയസൂര്യന്റെ നാടെന്ന് വിളിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. കുന്നിൻ മുകളിൽ താമസിക്കുന്നവരുടെ നാട് മിസോറാം. മേഘങ്ങളുടെ വാസസ്ഥലം എന്ന് വിളിക്കുന്നത് മേഘാലയ. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. അപ്പോ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഒരു 5 കോഡുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ പറഞ്ഞു. ഇത് കുറെ കോഡുകളൊക്കെ ഞാൻ തന്നെ എനിക്ക് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കോഡുകളാണ്. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് പഠിക്കണ്ട, കാണാപ്പാടം പഠിച്ചാലും മതി. എങ്ങനെ പഠിക്കുന്നു എന്നതും കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചോദിക്കുമ്പോൾ കിട്ടുന്നുണ്ടാ കിട്ടുന്നില്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചു. എങ്ങനെ പഠിക്കുന്നു, എത്ര സമയം പഠിക്കുന്നു, എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, കാണാപ്പാടമാണോ എന്നതും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചോദിക്കുമ്പോൾ ഒന്നും കിട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുക. ബൈ.